ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ വചനം കേൾക്കാൻ നമ്മുടെ കാതുകളെ നമുക്കൊന്ന് കൂർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, അതിൻ്റെ 6-ാം അധ്യായം, അതിൻ്റെ 16-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പക്ഷേ ഈ വചനത്തിലൂടെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനായിട്ടുണ്ട്. ആരാം രാജാവ് ഇസ്രായേൽ ജനത്തോടുള്ള ഒരു യുദ്ധം, ആ യുദ്ധത്തിന് വേണ്ടി അരാം രാജ്യത്തിൻ്റെ സൈന്യം ഇസ്രായേലിന് നേരെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ഏലിശ ഇസ്രായേൽ രാജാവിനോട് ആരാം രാജ്യത്തിൻ്റെ സൈന്യം വരുന്ന വഴികൾ, അവരുടെ പദ്ധതികൾ, അവരുടെ ആലോചനകൾ വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നിന്ന ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഇന്നിന്ന ഭാഗങ്ങളിലൂടെ സൈന്യം വരുന്നുണ്ട്, അവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ആലോചന പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽ രാജാവ് ആ കാര്യങ്ങൾ ക്രമീകരിക്കും. അങ്ങനെ ഒരു വിധത്തിലും ആരാം രാജ്യത്തിന് ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം ആ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അരാം രാജ്യത്തിൻ്റെ സൈന്യം രാജാവ് അരമനയിലിരുന്ന് പ്ലാനും പദ്ധതിയും ഇടുന്ന ആ പദ്ധതികൾ പോലും ഇസ്രായേൽ സൈന്യം എങ്ങനെ അറിയുന്നു എന്നുള്ള ആ ജിജ്ഞാസയിൽ രാജാവ് അരാം രാജ്യത്തിൻ്റെ സൈന്യം ഇപ്രകാരം ചിന്തിക്കുകയാണ്. രാജാവ് ഇപ്രകാരം പറയുകയാണ്, നമ്മുടെ കൂടെയുള്ള ആരോ ഒരാൾ ഇതിൻ്റെ ന്യൂസ് എല്ലാം ഇസ്രായേൽ രാജ്യത്തിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ആരോ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ രഹസ്യമായി പ്ലാൻ ചെയ്യുന്ന പദ്ധതികൾ പോലും മറ്റുള്ള അവർ തിരിച്ചറിയുന്നത്. എന്നാൽ അരാം രാജ്യത്തിലെ ഒരാൾ ഇപ്രകാരം രാജാവിനോട് പറഞ്ഞു, രാജാവേ, കാര്യം അതല്ല, കാര്യം മറ്റൊന്നാണ്. ഇസ്രായേൽ രാജ്യത്തിൽ ഒരു പ്രവാചകനുണ്ട്, അങ്ങ് അരമനയിൽ രഹസ്യമായി സംസാരിക്കുന്ന വിഷയങ്ങൾ പോലും എന്ത് ചെയ്യുന്നു? പ്രവാചകൻ അത് രാജാവിനോട് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആരും സ്പൈ വർക്ക് ചെയ്തിട്ടുള്ളതല്ല, മറിച്ച് ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനാണ് ഈ കാര്യങ്ങളെല്ലാം രാജാവിനെ അറിയിക്കുന്നത്. സ്തോത്രം. അതിന് മുമ്പിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഒന്നല്ല രണ്ടല്ല, പല തവണകൾ ഈ പ്രവാചകൻ രാജാവിനോട് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ തവണയും പദ്ധതികൾ അരാം രാജ്യത്തിന്റെ സൈന്യം ആഗ്രഹിക്കുമ്പോൾ, അത് ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഇതാ ഒരു പ്രവാചകൻ ഇതിനെക്കുറിച്ച് അറിയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ പരാജയത്തിലേക്ക് നയിക്കാൻ, നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മളെ മുടിച്ചു കളയുവാനുള്ള ശത്രുവിന്റെ പദ്ധതികളെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്, ദൈവം നമുക്കത് അറിയിച്ചു തരികയാണ്. ഒരുപക്ഷെ നിങ്ങളോട് ആ ആലോചന അറിയിച്ചു തരുന്നത് ദൈവദാസന്മാരിൽ കൂടെയാകാം. ഇവിടെ ശ്രദ്ധിക്കുക, അരാം രാജ്യത്തിന്റെ സൈന്യം വരുന്ന പദ്ധതികൾ ഏലീശ പ്രവാചകനാണ് ഇസ്രായേൽ രാജാവിനോട് പറയുന്നത്. ഇസ്രായേൽ രാജാവിനോട് എലീശ പ്രവാചകൻ പറയുമ്പോൾ ഏലീശ പ്രവാചകന്റെ ആലോചനയെ കേൾക്കാതെ വണ്ണം ഇസ്രായേൽ രാജാവ് അതിനെ നെഗ്ലക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുമായിരുന്നത്? അവിടെ സംഭവിക്കുന്നത് അരാം രാജ്യം ഇസ്രായേൽ ജനത്തെ പരാജയപ്പെടുത്തും. അവരുടെ പദ്ധതികൾ മുഴുവനും പരാജയപ്പെട്ട് അരാം രാജ്യം ഇസ്രായേലിലേക്ക് കടന്നുകയറ്റം നടക്കും. അതുകൊണ്ട് ഇസ്രായേലിന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അരാം രാജ്യത്തിന്റെ സൈന്യത്തിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെടാൻ കഴിഞ്ഞത് അവിടെ ഒരു പ്രവാചകൻ ഉള്ളത് കൊണ്ടാണ്. ആ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ രാജാവ് കേട്ടതുകൊണ്ടാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരാലോചനയായി നിങ്ങളോട് ഇത് പറയുന്നു. ചില സമയങ്ങളിൽ ചില ദൂതുകൾ, ചില പ്രവാചക ശബ്ദങ്ങൾ, ചില ദൈവവചനത്തിന്റെ ആലോചനകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുമ്പോൾ
അതിനെ അവഗണിച്ച് കളയരുത്. മറിച്ച് സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ആ ഭാഗത്തെ നമ്മൾ സ്ട്രോങ് ആക്കുമ്പോൾ, ക്രമപ്പെടുത്തുമ്പോൾ, ശത്രുവിന് കയറുവാൻ വഴിയില്ലാതെ വണ്ണം ആ ഭാഗത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയമാണ്. അതല്ല നമ്മളതിനെ അൺഅവെയറായി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് നമ്മൾ മാറിപ്പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ശത്രു നമ്മുടെ ജീവിതത്തിലേക്ക് കയറും, ശത്രു നമ്മുടെ കുടുംബത്തിനകത്തേക്ക് കയറും, ശത്രു നമ്മുടെ സഭയ്ക്കകത്തേക്ക് കയറും, ശത്രു നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കയറും. അതുകൊണ്ട് തന്നെ ശത്രു കയറാതെ വണ്ണം ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് സമയാസമയങ്ങളിൽ ദൈവം നമുക്ക് നൽകി തരുന്ന ആലോചനകളെ സ്വീകരിപ്പാൻ, അനുസരിപ്പാൻ ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം. പ്രൈസ് ദ ലോർഡ്. പല സമയങ്ങളിലും ഈ ആലോചനകൾ നമ്മൾ കേൾക്കാതെ പോകുന്നു. ദൈവദാസന്മാർ പറയുന്ന ആലോചനകൾ നമ്മൾ അവഗണിച്ച് കളയുന്നു. ഇതെന്നോടല്ല എന്ന് പറഞ്ഞ് അതിനെ അവഗണിച്ച് കളയുന്നു. അവഗണിച്ച് കളയരുത്. ദൈവം നമുക്ക് നൽകി തരുന്ന ഓരോ ആലോചനകളെയും ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ചില ആലോചനകളെ അത് ഏറ്റെടുത്ത് ക്രമീകരണം വരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, നന്മകൾ ഉണ്ടാകും. ശ്രദ്ധിച്ചേ, ഒന്നല്ല രണ്ടല്ല, പല തവണ ആരാം രാജ്യത്തിന്റെ സൈന്യം ഇസ്രായേലിലേക്ക് കടന്നു വന്നപ്പോൾ അതെല്ലാം അവരെ രക്ഷിച്ചത്, ഇസ്രായേൽ ജനത്തിന് അപകടം നേരിടാതിരുന്നത് യഥാസമയങ്ങളിൽ പ്രവാചകൻ കൊടുത്ത ആലോചനയുടെ പിന്നിൽ അതനുസരിക്കാനും അതിന് വേണ്ടുന്ന ക്രമീകരണം ചെയ്യുവാനും ഇസ്രായേൽ രാജാവ് തയ്യാറായതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവദാസന്മാരാകട്ടെ, ദൈവവചനത്തിൽ കൂടെയുള്ള ആലോചനയാകട്ടെ, ഓൺലൈനിൽ കൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനോട് ഇടപെടുന്ന വചനങ്ങളാകട്ടെ, ഇതിനെയൊന്നും അവഗണിച്ച് കളയരുത്. ചിലപ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു ആർട്ടിക്കിളിലൂടെ ആയിരിക്കാം, നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടിലൂടെ ആയിരിക്കാം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ആ വചനം കേട്ടിട്ട് അതിനെ അവഗണിച്ച് കളയരുത്, പുറംകാലുകൊണ്ട് തട്ടിക്കളയരുത്. അതിനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അത്ഭുതമായി മാറും. അരാം രാജ്യത്തിന്റെ രാജാവിന് മനസ്സിലായി ഇങ്ങനെ ഒരു പ്രവാചകനുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രതിസന്ധികളെല്ലാം നേരിടുന്നത്, നമുക്ക് ഇസ്രായേൽ ജനത്തെ തകർക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത്, നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ് എന്ന് അരാം രാജ്യത്തിന്റെ രാജാവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് കൃത്യമായിട്ട് പറയുന്ന ആലോചന പറയുന്ന എന്നാൽ ആ പ്രവാചകനെ തന്നെ അങ്ങ് തട്ടിയേക്കാം. പ്രവാചകനെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചന, പ്രവാചകനെ തകർത്ത് കളയുവാനുള്ളൊരു പദ്ധതി അരാം രാജ്യത്തിന്റെ സൈന്യം അവർ പദ്ധതിയിട്ടു. മുമ്പിലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രാജാവ് പറയുകയാണ്, ഹല്ലേലൂയ, 12ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 6:12 വാക്യം. യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേൽ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു. ശയനഗ്രഹത്തിൽ. ഒരു കാര്യം ശ്രദ്ധിക്കണേ, ദൈവാത്മാവിനൊന്നും മറവുള്ളതല്ല. ഹല്ലേലൂയ. ദൈവാത്മാവിന് ഒന്നും മറവല്ല. എവിടെ ഇരുന്ന, ഏത് രഹസ്യമുറിയിലിരുന്ന് എന്തെല്ലാം ചർച്ചകൾ, പ്ലാനുകൾ, പദ്ധതികൾ, ഗൂഢാലോചനകൾ നടത്തിയാലും ഒരു ദൈവ പൈതലിനെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ ഏതെല്ലാം പദ്ധതികൾ ആവിഷ്കരിച്ചാലും എൻ്റെ കർത്താവ് അത് അറിയുന്നുണ്ട്. സമയാസമയങ്ങളിൽ തൻ്റെ ദാസന്മാരെ അത് അറിയിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഞാൻ എലീശ പ്രവാചകൻ ആ ഒരു നിലവാരത്തിലേക്ക് വന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ വാക്കിൽ ഇപ്രകാരം പറയട്ടെ, ഓൾ ഓഫ് എ സഡൻ കിട്ടിയ ഒരു കൃപയല്ല എലീശ പ്രവാചകൻ്റേത്. ദൈവത്തിൽ നിന്നും അസാധാരണമായ ശുശ്രൂഷകൾ മേടിച്ചതിൻ്റെ പിന്നിൽ എലീശയോട് ചോദിച്ചാൽ എലീശ പറയും, അതിൻ്റെ പിന്നിൽ ഒത്തിരി പെയിൻ അദ്ദേഹം എടുത്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ താൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവൻ തൻ്റെ സ്വത്തും തൻ്റെ സമ്പാദ്യവും തൻ്റെ ജോലിയും എല്ലാം നഷ്ടപ്പെടുത്തി വളരെ ഡെഡിക്കേറ്റഡായി സമർപ്പണത്തോടുകൂടെ ഏലിയാവിന്റെ പുറകെ പോയ ഒരു എലീശ പ്രവാചകൻ.
ഹല്ലേലൂയ. ഏലിയാവിനെ അവൻ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുന്ന അറിഞ്ഞിട്ടും പല പേരും പല പ്രവാചകന്മാരും മാറി നിന്നപ്പോഴും ഇല്ല, വിട്ടുപിരിയത്തില്ല എന്ന് പറഞ്ഞ് കൂടെ പോയ ഒരു എലീശ. അതുകൊണ്ടാണ് ദൈവം എലീശയെ ദൈവം മാത്രം ഉപയോഗിച്ചത്. ഞാൻ വളരെ വേഗം മുൻപോട്ട് പോകട്ടെ, ശ്രദ്ധിക്കുക. അവൻ ഇവിടെ സംഭവിക്കുന്നത് കേൾക്കണമോ? അവൻ ഇപ്പോൾ പ്രവാചകന് നേരെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. അവൻ പ്രവാചകനെ പിടിക്കാൻ അവൻ ഉടനെ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അവൻ എവിടെ ഇരിക്കുന്നുവെന്ന് നീ നോക്കുക. അവൻ എവിടെയാണ് ഇരിക്കുന്നത്, അവൻ എവിടെയാണ് വസിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ എനിക്ക് തരിക. പല സമയങ്ങളിൽ നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മുടെ ശുശ്രൂഷകളെ തകർത്ത് കളയുവാൻ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട്, ശുശ്രൂഷകളെ തകർത്ത് കളയുവാൻ പദ്ധതികൾ പിശാച് ശത്രു ആവിഷ്കരിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുക, നീ ഭയപ്പെടണ്ട. നിനക്ക് ശുശ്രൂഷ തന്ന, നിന്നെ വിളിച്ച് വേർതിരിച്ച കർത്താവ് നിനക്ക് ചുറ്റും പരിചയായി പലകയായി അവൻ നമ്മളോട് കൂടെയുണ്ട് എന്ന് നമ്മൾ മറന്നു പോകണ്ട. ഹല്ലേലൂയ. അടുത്ത ആമേൻ ആ ഭാഗം ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവർക്കൊരറിവ് കിട്ടുകയാണ്. ആമേൻ, ഈ മനുഷ്യൻ എലീശ പ്രവാചകൻ ദോദാനിലുണ്ടെന്നുള്ളൊരു അറിവ്, എലീശ പ്രവാചകൻ ദോദാനിലുണ്ട് എന്നുള്ള ഒരു അറിവ് കിട്ടി. ആമേൻ, ഒരു വലിയ സൈന്യവുമായി ഈ ദോദാനിലുള്ള ഈ മനുഷ്യനെ, ഈ പ്രവാചകനെ പിടിക്കുവാൻ അരാം രാജ്യത്തിന്റെ സൈന്യം വരികയാണ്. ശ്രദ്ധിക്കണേ, ഒരു ചെറിയ മനുഷ്യനെ പിടിക്കാൻ, ഒരു ദൈവത്തിന്റെ ഒരു പ്രവാചകനെ പിടിക്കുവാൻ വേണ്ടി അരാം രാജ്യത്തിന്റെ സൈന്യമതി അയച്ചിരിക്കുന്ന സൈന്യത്തെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കുതിരകളും ഹല്ലേലൂയ രഥങ്ങളുമായി വലിയൊരു സൈന്യം. ആമേൻ, ഈ ദോദാൻ ഇവരുടെ ഇത് മൊത്തം വളഞ്ഞിരിക്കുക ഒറ്റയാളെ പിടിക്കാൻ. ഒരു പ്രവാചകനെ പിടിക്കുവാൻ ആമൻ ഒരു സൈന്യം കുതിരകളും രഥങ്ങളും ഒക്കെയായി വളഞ്ഞിരിക്കുന്ന ഒരു രംഗം. സ്തോത്രം. അവിടെ എന്താ സംഭവിക്കുന്ന അറിയാമോ? രാവിലെ ബാല്യക്കാരൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. സൈന്യം മുഴുവനും വളഞ്ഞിരിക്കുന്നു. കുതിരകളും രഥങ്ങളും ഒക്കെയായി വലിയൊരു സൈന്യം ഒരു പ്രവാചകനെ പിടിക്കുവാൻ വേണ്ടി വളഞ്ഞിരിക്കുന്നു. ആരാണെങ്കിലും ഒന്ന് ഭയപ്പെടില്ലേ? ആരാണെങ്കിലും ഒന്ന് ഒരു ഭീരുത്വം ഉണ്ടാകും. കാരണം എല്ലാം ആർമിയെല്ലാം വളഞ്ഞിരിക്കുക പിടിക്കാൻ വേണ്ടി. ആരെ? ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലീശയെ പിടിക്കുവാൻ വേണ്ടി ഒരു സൈന്യം മുഴുവനും വളഞ്ഞിരിക്കുന്ന രംഗം ശ്രദ്ധിക്കുക, കേൾക്കുക. ആമേൻ. ബാല്യക്കാരൻ ഇത് കണ്ടു. ഓടി പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഈ വിവരം ധരിപ്പിക്കുകയാണ്. പറഞ്ഞത് ഇപ്രകാരമാണ്, ഇതാ നമ്മുടെ ആമൻ മല മുഴുവനും ആമൻ അവിടെ പറയുകയാണ്. അയ്യോ ദൈവപുരുഷൻ, ആമൻ ദൈവപുരുഷനോട് വന്ന് പറയുന്നത്, അയ്യോ യജമാനനെ നാം എന്തു ചെയ്യും? അയ്യോ യജമാനനെ നാം എന്തു ചെയ്യും? എന്താ പ്രശ്നം? അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, ഒരു സൈന്യം മുഴുവനും വളഞ്ഞിരിക്കുന്നു. ആ ഇൻഫർമേഷൻ പ്രവാചകനിലേക്ക് കൊടുത്തപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. പ്രവാചകൻ ഇപ്രകാരം പറയുകയാണ്, നീ പേടിക്കണ്ട, ഡോണ്ട് ഫിയർ, നീ ഭയപ്പെടണ്ട, നീ ഭീരുവാകണ്ട, നീ ആശങ്കപ്പെടണ്ട. ആമേൻ. എന്താണ് എലീശയ്ക്കുള്ള കോൺഫിഡൻസ്? എലീശ പറയുകയാണ്, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു. ഈ ഒരു വെളിപ്പാടാണ് ആമേൻ ഈ കാലഘട്ടത്തിൽ നമുക്കാവശ്യം. ഈ കാലഘട്ടത്തിൽ നമുക്കാവശ്യമായിരിക്കുന്നത് ഈ ഒരു വലിയ റെവലേഷനാണ്. ഈ ലോകത്തിന്റെ രഥങ്ങളെക്കാട്ടിലും കുതിരകളെക്കാട്ടിലും സൈന്യത്തെക്കാട്ടിലും ആമേൻ നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടുന്നത്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എത്ര പേർക്ക് ആ ഒരു ധൈര്യമുണ്ട്? ആ ഒരു വിശ്വാസം എത്ര പേർക്കുണ്ട്? നമ്മോട് കൂടെയുള്ളവർ നീ കാണുന്ന നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നീ കാണുന്നത്, നിന്റെ പുറം കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്നതാണ് ഈ രഥങ്ങളെയും കുതിരകളെയും ഒക്കെ. ആമൻ. എന്നാൽ നിന്റെ ആത്മാവിൽ, നിന്റെ ആത്മീക കണ്ണുകൾക്ക് നിനക്ക് കാഴ്ച വന്നാൽ നീ കാണാൻ വേണ്ടി പോകുന്നത് ആമൻ ഈ പുറത്ത് കാണുന്ന പ്രശ്നങ്ങളല്ല. നീ കാണാൻ പോകുന്നത് ഈ രഥങ്ങളെയും കുതിരകളെയും ഒന്നുമല്ല, മറിച്ച് നീ കാണാൻ വേണ്ടി പോകുന്നത് സ്വർഗീയ സൈന്യത്തെയാണ്. സ്വർഗീയ സൈന്യം. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവികമായ ഡിവൈൻ പ്രൊട്ടക്ഷനെ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ, കർത്താവ് നമുക്ക് ചുറ്റും പരിചയം പലകയുമായി നിൽക്കുന്നു നമ്മൾ ആത്മാവിൽ കാണാൻ തുടങ്ങുമ്പോൾ,
നമുക്ക് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഭീരുവാകേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. ഇവിടെ ബാല്യക്കാരനെ സംബന്ധിച്ചോളം അവൻ ഭീരുവായി, അവൻ വല്ലാതെ ഭയപ്പെട്ടു, അവൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പക്ഷെ ഏലിശയെ നോക്കിക്കേ, ഏലിശയ്ക്ക് ഒരു പ്രശ്നമില്ല, അവന് ഭയമില്ല, അവനിപ്പം പിടിച്ചോണ്ട് പോയി അവനെല്ലാം തകരുമെന്നുള്ള ചിന്തയില്ല. കാരണം ഏലിശയ്ക്കറിയാം ഏലിശ സേവിക്കുന്ന ദൈവം ആരാണ് എന്ന്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യുമെന്നല്ലേ? എന്ത് ചെയ്യും കർത്താവേ, ഞങ്ങൾ ഇനിയും എന്തു ചെയ്യും എന്ന് എത്രയോ തവണ നിങ്ങൾ ചോദിച്ചിരിക്കുന്നു. എത്രയോ തവണ അത് നമ്മൾ ഇങ്ങനെ ഉരുവിട്ടിരിക്കുന്നു. കർത്താവിന് നമ്മളോട് പറയുവാനുള്ള ഒരേ ഒരു കാര്യം, ഇന്നേ വരെ നിന്റെ അകക്കണ്ണ് തുറന്നിട്ടില്ല. ഇന്നേ വരെ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളെയാണ്, ഇന്നു വരെ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതികൂലങ്ങളെയാണ്. എന്നാൽ നിന്റെ അകക്കണ്ണ് പ്രകാശിക്കാൻ തുടങ്ങിയാൽ, നിന്റെ ആത്മാവിൽ നിനക്ക് കാര്യങ്ങളെ കാണുവാൻ തുടങ്ങിയാൽ, പിന്നെ നീ ഒരു സ്പിരിച്വൽ റിലമിലേക്ക് നീ കയറിയാൽ, പിന്നെ ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളെ അനുസരിച്ച് നീ ഭയപ്പെട്ടും ഭീരുവായിട്ടും പോകുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ഏലിശയ്ക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ആമേൻ, ഏലിശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ദൈവമേ, ആമേൻ, ഇവന്റെ കണ്ണിനെ നീ ഒന്ന് തുറക്കണമേ. ഹല്ലേലൂയ. ഏലിശ പ്രാർത്ഥിച്ചു. 17-ാമത്തെ വാക്യം, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആമൻ ആരെങ്കിലും ആമൻ അകക്കണ്ണ് പ്രകാശിക്കാതെ അകക്കണ്ണ് ബ്ലൈൻഡായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നൊരു വാക്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന കരുതലുകളെ കാണാൻ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന പ്രൊട്ടക്ഷനെ കാണാൻ, സംരക്ഷണത്തെ കാണാൻ, നീ എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും കാണാൻ കർത്താവേ, എൻ്റെ അകക്കണ്ണുകളെ നീ ഒന്ന് തുറക്കണമേ. സ്തോത്രം. ആ കണ്ണൊന്ന് തുറന്നാൽ നമ്മൾ കംപ്ലൈന്റ് പറയുന്നത് നിർത്തും, ആശങ്കകൾ മാറും. സ്തോത്രം. ഹല്ലേലൂയ. ഏലിശ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ ഈ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ട കാഴ്ച, സ്തോത്രം, എന്താണെന്ന് അറിയാമോ? അടുത്ത വാക്യം വായിക്കുകയാണ്. ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അപ്പോ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ കണ്ടോണം. ഏലിശയ്ക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് ആ മല മുഴുവനും ചുറ്റിങ്ങനെ നിറഞ്ഞിരിക്കുക. ഡിവൈൻ പ്രൊട്ടക്ഷൻ. എന്നാ പ്രൊട്ടക്ഷനാ, ദ ഡിവൈൻ പ്രൊട്ടക്ഷൻ. അത് ഈ ലോകം തരുന്ന പ്രൊട്ടക്ഷൻ ഒന്നുമല്ല, ഈ ലോകം തരുന്ന കാര്യങ്ങളല്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം നമുക്ക് വേണ്ടി തരുന്ന പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അതെത്രമാത്രം ഉണ്ട് എന്നറിയാൻ, അതെത്രമാത്രം ഉണ്ടെന്നറിയാൻ നിങ്ങളുടെ കണ്ണ് നിങ്ങൾ തുറക്കണം. അകക്കണ്ണുകൾ തുറക്കണം. ദൈവവൈതലേ, ഒരു ദൈവവൈതലിനെ തൊടണമെങ്കിൽ എൻ്റെ കർത്താവ് അനുവദിക്കണം. കർത്താവ് അനുവദിക്കാതെ ഒരു കാര്യവും സംഭവിക്കുകയില്ല. സ്തോത്രം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്നെൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പലതവണ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം കർത്താവ്, എന്ത് ചെയ്യും കർത്താവേ, ഞാനിപ്പോഴൊരു പ്രതിസന്ധിയിലാണല്ലോ, ഞാനിപ്പോഴൊരു പ്രശ്നത്തിലാണല്ലോ, എങ്ങനെ ഇതിനകത്തു നിന്ന് പുറത്തു വരും? തലമുറയോർത്ത് ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, ഹാഗറിനെ പോലെ കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ദൂരം മാറിയിരുന്ന് പൊട്ടിക്കരയുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട കർത്താവേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഹാഗറിനോട് കർത്താവ് പറയുന്നു, നീ ഒന്ന് നോക്ക്, നീ ഒന്ന് എഴുന്നേറ്റ് നോക്ക്. അവിടെ കണ്ണ് തുറന്നപ്പോൾ അവൾ കണ്ടു, ആ മരുഭൂമിയിൽ അവക്ക് വേണ്ടി തുറക്കപ്പെട്ട നീരുറവയെ അവൾ കണ്ടു. സ്തോത്രം. ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ തുറന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന നീരുറവയെ നിങ്ങൾ കാണും.
നിങ്ങളുടെ അകക്കണ്ണുകൾ തുറന്നാൽ നിങ്ങൾക്കറിയാം ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്, എത്രമാത്രം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട് എന്ന്. പല സമയങ്ങളിൽ നമുക്ക് കഴിയാത്തത് എന്തെന്നറിയാമോ? നമ്മുടെ കണ്ണിതുവരെയും തുറന്നിട്ടില്ല. നമ്മൾ കാണുന്നത് നമ്മുടെ ഈ പുറം കണ്ണുകൾ കൊണ്ട് മാത്രമാണ്. നമ്മൾ കാണുന്നത് പ്രശ്നങ്ങളെ മാത്രമാണ്. നമ്മൾ കാണുന്നത് സാഹചര്യങ്ങൾ മാത്രമാണ്. നമ്മൾ കാണുന്നത് സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ്. നമ്മൾ കാണുന്നത് രോഗങ്ങൾ മാത്രമാണ്. എന്നാൽ ദൈവം കാണുന്നത്, ദൈവം നമുക്ക് വേണ്ടി നൽകി തരുന്നത് അതിനെക്കാട്ടിലും എത്രയോ ശ്രേഷ്ഠമായത്. ഹല്ലേലൂയ, സ്തോത്രം. ആ തുറന്നുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അരാം രാജ്യം, ആമേൻ, കർത്താവിനോട് ആമേൻ ഏലീശ ഒരു പ്രാർത്ഥന, കർത്താവേ ഇവരെ ഒന്ന് അന്ധത പിടിപ്പിക്കണം. ഒരു സൈന്യം മുഴുവൻ ഒരു പ്രവാചകനെ പിടിക്കുവാൻ വേണ്ടി സൈന്യമായിട്ട് വരിക. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ കണ്ണിനങ്ങ് അന്ധത പിടിപ്പിച്ചു. ഇപ്പൊ ഇവരെ ഗൈഡ് ചെയ്യുന്ന ആരാന്നറിയാമോ? ഏലീശയെ ഗൈഡ് ചെയ്തിട്ട് ശമരിയ പട്ടണത്തിൽ കൊണ്ടുവന്നു വിട്ടു. സ്തോത്രം. അവിടെ നല്ല ഒരു ഉഷാറ, ഇവരെ തകർത്ത് കളയാനുള്ള അവസരമുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ആമേൻ, അതിൻ്റെ 6-ാം അധ്യായത്തിൽ എലീശ ഈ സൈന്യത്തെ എല്ലാം കൂടെ എൻ്റെ പിന്നാലെ വരുവിൻ, ഇതല്ല നിങ്ങൾ പട്ടണം, വരുവിൻ എന്ന് പറഞ്ഞിട്ട് ഇവരെ നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇവരെ സൈന്യത്തെ വിളിച്ചുകൊണ്ട് പോവുക. ആര്? എലീശ. എന്നിട്ട് ശമരിയിലേക്ക് കൊണ്ടുപോയി. ശമരിയിലെത്തിയപ്പോൾ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണെന്ന് തുറക്കണമേ. അപ്പൊ അവരുടെ കണ്ണ് തുറന്നപ്പോൾ അവർക്ക് മനസ്സിലായി അവർ നിൽക്കുന്നത് ശമരിയുടെ നടുവിൽ നിൽക്കുന്നു എന്നവർക്ക് മനസ്സിലായി. ഇസ്രായേൽ രാജാവിന്റെ ഉടനെ പ്രതികരണം കണ്ടോണം. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട്, ആമേൻ, എൻ്റെ പിതാവേ, വെട്ടിക്കളയട്ടെ, ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ. ശത്രു മുമ്പിൽ വന്ന് നിൽക്കുമോ, അവരെ തകർന്ന് മൊത്തം വെട്ടിക്കളയുവാനുള്ള അവസരം കിട്ടിയപ്പോൾ ഏലീശയുടെ ആ മനോഭാവം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഏലീശ പറഞ്ഞു, വെട്ടിക്കളയരുത്, നിന്റെ വാളുകൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കിലേക്ക് പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ സൈന്യത്തിന് ഒരു വലിയ വിരുന്നൊരുക്കി. അവരെയൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ആമേൻ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് അവരുടെ അടുക്കിലേക്ക് പോയി. അടുത്തൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇസ്രായേൽ അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു വലിയ ലെസൺ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ലെസൺ. പ്രതികാരം നമുക്കുള്ളതല്ല, നമുക്ക് പ്രതികാരം ചെയ്യേണ്ടെന്ന് ആവശ്യവുമില്ല. സ്തോത്രം. മറിച്ച് ഇസ്രായേൽ ജനം അവരെ വെട്ടിക്കളഞ്ഞ് യുദ്ധം അവിടെ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ഓപ്പോസിറ്റിൽ നിന്നുണ്ടാകുന്നത്? പ്രതികാരം. അതേസമയം ട്രീറ്റ് ചെയ്ത് വിട്ടുകൊണ്ട് അവിടെ വായിക്കുന്നു, അരാമ്യ പടക്കൂട്ടങ്ങൾ പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നില്ല. എന്നെ കേൾക്കുന്നവരെ, ആമേൻ, നമുക്കെതിരായിട്ട് ആരൊക്കെ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചാലും ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്നത്തെ ഒരു ദൂത് നിങ്ങളോട് ഇതാണ്. എന്തു ചെയ്യും കർത്താവേ, എങ്ങനെയാകും കർത്താവേ, ജീവിതം എങ്ങനെ മുൻപോട്ട് പോകും എന്നൊക്കെ ചിന്തിച്ച് ആശങ്കയോടെ ഇരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ള ആത്മീക ദൂതിതാണ്. ആമേൻ. അവരോട് കൂടെയുള്ളവരെക്കാൾ നമ്മോട് കൂടെയുള്ളവർ അധികമാകുന്നു. നിങ്ങളോട് കൂടെയുള്ള ദൈവം, നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവം, നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവം, നിങ്ങളെ സഹായിക്കുന്ന ദൈവം, ആ ദൈവത്തെയും ആ ദൈവം നമുക്ക് നൽകി തരുന്ന സംരക്ഷണത്തെ കുറിച്ച് നിങ്ങളൊന്ന് ഉറയ്ക്കുക, ഒന്ന് വിശ്വസിക്കുക. ആമേൻ. രണ്ടാമത്തെ കാര്യം ഇതാണ്. ആമേൻ. ഇതൊന്നും കാണാതെ ആശങ്കപ്പെടുമ്പോൾ ദൈവത്തോടൊന്ന് പറയൂ, ദൈവമേ, നീ എനിക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ആ നന്മകളെ കാണാൻ, ആ സംരക്ഷണത്തെ കാണാൻ എൻ്റെ അകക്കണ്ണുകളെ ഒന്ന്
പ്രകാശിപ്പിക്കണമേ. എൻ്റെ കണ്ണുകൾക്കൊരു പ്രകാശം തരണമേ കർത്താവേ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ആമേൻ, ഒരു ആപ്ലിക്കേഷൻ പാട്ട് ഇതാണ്. ആമേൻ, ശത്രുക്കൾ എന്തെല്ലാം പ്ലാനുകളും പദ്ധതികളും നമുക്കെതിരെ ചെയ്യട്ടെ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ആമേൻ പ്രതികാരം നമുക്കുള്ളതല്ല. ആമേൻ, മറിച്ച് പ്രതികാരം കർത്താവിന് വിടുക, പ്രതികാരം കർത്താവിന് വിടുക. ആമേൻ, ഹല്ലേലൂയ. ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരവും ദോഷവും പകരം ചെയ്യാതെ, അതല്ല നമ്മുടെ ഡ്യൂട്ടി, അതല്ല നമ്മൾ ചെയ്യേണ്ടുന്നത്. മറിച്ച് നമ്മളൊരു ദൈവ പൈതലാണ്. ദൈവം എനിക്ക് വേണ്ടി സകലതും ആമൻ നന്മയായി തീർക്കുന്നുവെന്ന് ഉറപ്പോടെ നമുക്ക് പറയാം, കർത്താവ് എനിക്കൊരു ചുറ്റും പരിചയായി പലകയായി ആമൻ ഇറങ്ങിയിരിക്കുന്നു. സങ്കീർത്തനം 3:6 വാക്യത്തിൽ വായിക്കുന്നത്, എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 പേരെ ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. കണ്ണുകൾ അടച്ചാട്ടെ, എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ആത്മാവിൽ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളും പറയൂ. ആമൻ, ലൈവിൽ കൂടെ, ആമൻ, യൂട്യൂബിലൂടെ, ആമൻ, വിവിധ മാധ്യമങ്ങളിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ആമൻ, ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ചുറ്റും കർത്താവ് സംരക്ഷണം തരുന്നു. നിങ്ങളുടെ തലമുറയുടെ വിഷയങ്ങൾക്ക് കർത്താവ് ആമൻ അനുഗ്രഹങ്ങൾ തരുന്നു. യേശുവിൻ നാമത്തിൽ എന്ത് ചെയ്യണം കർത്താവ്, എന്ത് ചെയ്യും കർത്താവ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് ചുറ്റും സംരക്ഷണമായി, നിനക്ക് ചുറ്റും അത്ഭുതമായി കർത്താവ് വെളിപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ അത്ഭുതം, വചനത്തിൽ കൂടെയുള്ള അത്ഭുതം അവരിലേക്ക്, ജനത്തിനു മേൽ ഉണ്ടാകട്ടെ കർത്താവേ. യേശുവിന്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് എത്രമാത്രം അനുഗ്രഹമായി എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അനേക പ്രിയപ്പെട്ടവർ ആമേൻ വാട്സപ്പിലും ഒക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. മെസ്സേജ് അനുഗ്രഹമായി. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ആ എൻകറേജ്മെന്റിന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ആമേൻ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് you very much. God bless you.